ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിലും യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവുക. മെമ്പർഷിപ്പ് ഒന്നും എടുക്കാനല്ല പറയുന്നത്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു ന്യൂ യൂട്യൂബറാണ്, ഭാവിയിൽ ഒരു യൂട്യൂബർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ചാനൽ തുടങ്ങാതിരിക്കുക. നമ്മളായിട്ടാണ് സ്വയം ഈ ഒരു തീരുമാനം എടുക്കുന്നത്. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ടൈം കണ്ടെത്തി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൊതു കടിക്കുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വ്യക്തം കിട്ടുന്നില്ല, വെയിലൊക്കെ അടിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, എടുക്കാമല്ലേ, കൊള്ളാം. അപ്പോൾ നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊരാൾ വീഡിയോ എടുത്ത് തരാൻ, അല്ലെങ്കിൽ നമുക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, അപ്പോൾ വേറൊരാളെയും കൊണ്ട് ചെയ്യിച്ച്, അതൊന്നും എല്ലാ കാലത്തും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ കാലത്തും ഈ കൂടെ നിൽക്കുന്നവർ, നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നവർ കൂടെ കാണണമെന്നും ഇല്ല നമുക്ക്. ഇപ്പം നമ്മുടെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നാളെടുക്കും നമുക്കിതിലൊന്ന് സക്സസ് ആയി കിട്ടാനെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പം മാസങ്ങളെടുക്കാം, ചിലപ്പം എന്നെപ്പോലെ വർഷങ്ങളെടുക്കാം. ഇല വീഴുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എത്ര നാളെടുക്കും നമുക്കിപ്പോൾ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളായിട്ട് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നീലു അങ്ങോട്ട് പോകല്ലേ, ഇവിടെ നില്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നമ്മുടെ കൂടെ ഉള്ളവർക്ക് മടുപ്പ് തോന്നിയേക്കാം. അവർ പറയും, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇത് കുറേ നാളായില്ലേ ചെയ്ത് തുടങ്ങിയിട്ട്, നിനക്ക് നിർത്തിക്കൂടെ എന്ന് പറയുമ്പം അവർ പറയുമ്പോൾ അവർക്കത് മടുപ്പായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും അതൊരു അത് ശരിയാണല്ലോ, ഇത് കുറേ നാളായില്ലേ തുടങ്ങിയിട്ട്. അപ്പം നമുക്കും ഉള്ളിലൊരു ചോദ്യം വരും, ഇത് തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ, അത്രയും ആഗ്രഹിച്ചായിരിക്കുമല്ലോ നമ്മളൊരു സംഭവം തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ കുറേ ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കരുത്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കും, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് നമ്മൾ സ്വയം പഠിച്ചെടുക്കണം. വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, വീഡിയോ ഏത് ആംഗിളിൽ വെച്ചെടുക്കണം, ലൈറ്റ് സെറ്റാണോ എന്നൊക്കെ നമ്മൾ തന്നെ നോക്കി വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതേപോലെ തന്നെ പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ ബാലികേറ മലയോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ അത്. നമ്മളെ കൊണ്ട് വലിയ ആഡംബരമായിട്ടൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. ഇല്ലെങ്കിൽ പോട്ടെ, ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ആരെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമോ, ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരുമോ ഒക്കെ ചെയ്ത് കാണും. പക്ഷേ എന്നും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം, അവർ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഇരിക്കരുത്. നമ്മൾ പയ്യെ അവരുടെ കൂടെ നമ്മളത് പോയി കണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം. പഠിച്ചെടുക്കണം. നമ്മൾ എത്ര പാടാണേലും അത് പഠിച്ചെടുക്കണം. അല്ലാതെ എന്നും അവരെയും കൊണ്ട് തന്നെ ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ പലരുടെയും വീഡിയോസിൽ, പുതിയ യൂട്യൂബേഴ്സാണ്, പലരുടെയും വീഡിയോ കാണുമ്പം കൂടുതലും അവർ ഈ ഓൺ വോയിസ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് അവർ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാതെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, മെയിനായിട്ടും ഞാൻ കണ്ടുവരുന്നതും കേട്ടുവരുന്നതും പലരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതുമാണ്, ഫാൻ ഓഫ് ചെയ്യാതെ വോയിസ് ഓവർ കൊടുക്കുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും കിടന്ന് ബഹളം വയ്ക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നു. അപ്പോൾ ഈ ബഹളം വയ്ക്കുന്ന സൗണ്ട് മൊത്തം നമുക്ക് നമ്മുടെ വീഡിയോയിൽ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പലരുടെ വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കേട്ടോ. അത് നമുക്ക് കേൾക്കുന്നവർക്ക് നമുക്ക് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ വീഡിയോസ് കാണേണ്ടത് മറ്റുള്ളവരല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സാണ്. അപ്പോൾ ഈ കാണുന്നവർക്ക് അതൊരു നോയ്സായിട്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. അവർ പിന്നെ വീഡിയോസ് ഒന്നും നമ്മളുടെ കാണാൻ വരത്തില്ല. അങ്ങനത്തെ കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് തീരുമാനിക്കുക, ഞാൻ ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് ചെയ്യാൻ ചെയ്യുന്നത് എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. അല്ലാതെ ഈ ഷഫിൾ ചെയ്ത് വീഡിയോസ് ചെയ്യത്തില്ലേ, എന്താ പറയുക, ഓരോ ദിവസം ഓരോ ടൈപ്പ് വീഡിയോസ്,
കുറേ നാൾ നമ്മൾ ഏതാണോ നമുക്ക് പറ്റുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം കുറച്ച് നാൾ നമ്മൾ ഇപ്പം വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ ആ വ്ളോഗ് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കുറച്ച് നാൾ ചെയ്യണം. അപ്പോൾ ഇതിലേതാണ് നമുക്ക് യൂട്യൂബിൽ കുറച്ച് വ്യൂസ് കിട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടുന്നത് ഏതാണോ അതുമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് കാണുമല്ലോ, അതും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്ളോഗ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കതിന് വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വ്ളോഗ് ചെയ്യുന്നതിന്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നതിന്, ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുമ്പോഴും വലിയ വ്യൂസൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വ്യൂസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പിന്നെ കുറേ പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ള യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുന്നെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എന്ന് വെച്ച് ഞാൻ വ്ളോഗും കാര്യങ്ങളും ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഞാനത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് വന്നു. എനിക്ക് കൂടുതലും വ്യൂസ് കിട്ടുന്നത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെ ചെയ്തുകൂടെയാണ്. അത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷവും സമാധാനമുള്ളൂ. ഭയങ്കര സന്തോഷം എനിക്കത് വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ളവരുടെ വ്ളോഗ്സൊക്കെ കാണാനും ഡെയിലി വ്ളോഗ്സൊക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും വീഡിയോസ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മോണിറ്റൈസേഷൻ ആക്കി, എനിക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആരും ചാനൽ തുടങ്ങരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അത് എന്നായാലും നമുക്ക് ഫലം കാണും. ഏതെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്യാൽ മതി, നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവും. എന്നും പറഞ്ഞ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൈസ ഇങ്ങനെ വരത്തില്ല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒന്നേന്ന് പിന്നെയും തുടങ്ങാൻ, ഡോളറാക്കി എടുക്കാനും. മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ വ്യൂസിനാണ്, നമുക്ക് വ്യൂസിലൂടെ കിട്ടുന്ന പരസ്യത്തിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് നേരത്തെ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് കിട്ടിയിട്ടുള്ള വ്യൂസിൽ നിന്നൊക്കെ പൈസ കിട്ടുമെന്ന്. അതൊരിക്കലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഈ മോണിറ്റൈസേഷന് തൊട്ട് മുമ്പുള്ള വീഡിയോസിൻ്റെ വ്യൂസ്, അത്രയും വ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാച്ച് അവറിൻ്റെ ലിസ്റ്റിൽ മാത്രമേ പെടുന്നുള്ളൂ. ഡോളർ കയറണമെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷന് ശേഷം ചെയ്യുന്ന വീഡിയോസ്, അല്ലെങ്കിൽ നേരത്തെയുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞിട്ട് അതിന് വ്യൂസ് കയറുവാണ്, അതിൽ പരസ്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് സംഭവം. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എനിക്ക് കമൻറ്റ് വന്ന ഒരു സംഭവമാണിത് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ പറയാനാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ഏകദേശമൊക്കെ ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് നെഗറ്റീവ്സ് വരും, നെഗറ്റീവ് കമൻറ്റുകൾ വരും. നമ്മുടെ വീഡിയോയ്ക്ക് മാത്രമാണ് വരുന്നത്. നമ്മളത് ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമേ ഇല്ല. നെഗറ്റീവ്സ് ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് നല്ലത് തന്നെ കേട്ടോ. നെഗറ്റീവ് കമൻറ്റ് വരുന്നതൊക്കെ നല്ലത് തന്നെ. അതുകൊണ്ട് ആരും ഉള്ളിലേക്ക് എടുക്കരുത്. ആ കമൻറ്റ് ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് മാത്രം കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.